കുണ്ടന്നൂർ തേവരപ്പാലത്തിൽ വീണ്ടും വൻ വാഹനാപകടം. കുണ്ടന്നൂരിൽ നിന്നും പാലത്തിലേക്ക് കയറി വന്ന കാറ് ഇരുചക്ര വാഹനത്തിനെ ഓവർടേക്ക് ചെയ്ത് വരുമ്പോഴാണ് തോപ്പുംപടിയിൽ നിന്നും കയറി വന്ന ടിപ്പർ ലോറിയിലെ നേർക്കുനേർ ഇടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. കാർ യാത്രക്കാരനെ സാരമായ പരിക്ക് പറ്റി. ഇടിയുടെ ആഘാതത്തിൽ ശബ്ദം കേട്ട് പരിസരവാസികളാണ് കാർ യാത്രക്കാരനെ നെട്ടുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. ടിപ്പർ ഓടിച്ച ഡ്രൈവറിനും ഇരുചക്ര വാഹന ഉടമയ്ക്കും പരിക്കുകളൊന്നും സംഭവിച്ചില്ല. കാർ യാത്രക്കാരന്റെ അമിത സ്പീഡും ഓവർടേക്കിംഗ് ആണ് അപകടത്തിന് കാരണമെന്ന് ദൃക്സാക്ഷിയായ ഇരുചക്ര വാഹന ഉടമയും നെട്ടൂർ നോർത്ത് SNDP ക്ഷേത്രത്തിന്റെ പരിസരത്ത് അധിവസിക്കുന്ന രാധാകൃഷ്ണൻ പറഞ്ഞു. പരിക്ക് പറ്റിയ കാർ യാത്രക്കാരൻ കണ്ണൂർ സ്വദേശിയും ഐലൻഡിൽ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന വ്യക്തിയുമാണ്. രാവിലെ 8:30 വാഹനാപകടം സംഭവിച്ചത്. പാലത്തിൽ വലിയ ഗതാഗതക്കുരുക്കാണ്. തോപ്പുംപടി മുതൽ തേവര വരെയുള്ള എല്ലാ വാഹന ഗതാഗതവും സ്തംഭിച്ചു. അപകടത്തിൽപ്പെട്ട വാഹനം പോലീസെത്തി ക്രെയിൻ ഉപയോഗിച്ച് പാലത്തിൽ നിന്ന് നീക്കം ചെയ്തതിനു ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ഞാൻ അവിടെ നിന്ന് സൈഡിൽ കൂടി വന്നി. എൻ്റെ പുറയിൽ വേറെ വണ്ടിക്കാരുണ്ട്, 2-3 ബൈക്കുകാരുണ്ട്. ഈ വണ്ടി ഇയാൾ ഇവിടെ എത്തി. അപ്പൊ ഇയാൾ ഈ വണ്ടി അവിടെ നിന്ന് ഓവർടേക്ക് ചെയ്തു. കാറ് ഓവർടേക്ക് ചെയ്ത് വന്ന വഴി ഈ കോർണർ ഉണ്ടാ, ആ കോർണർ അവിടെ ഇടിച്ചു. ഇതൊക്കെ നമ്മൾ അന്നേരം വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കൂല. സംഭവിച്ചതാണ്. അവിടെ നിന്ന് ഇടിച്ചിട്ട് ഒരു സർക്കുലേഷൻ. ആ ഇടിച്ച പോളിസിൽ അങ്ങോട്ട് പോകേണ്ട വണ്ടിയാണ് ഈ കിടക്കണം. ആ ഇടിച്ച പോളിസിൽ ഇവൻ തിരിഞ്ഞു വന്നിട്ട് ഈ പൊസിഷനിലായി. അതായത് അപ്പോഴും എനിക്കൊന്നും പറ്റാതെ എന്റെ സ്പീഡ് കുറവാണ്. അല്ലേ, ഞാൻ തിരിഞ്ഞു വന്നിട്ട് ഇവൻ ഇവിടെ വന്ന് ഈ പൊസിഷനിൽ കിടക്കണേ. അല്ലാതെ നമ്മുടെ വണ്ടി വന്ന് ഇടിച്ചിട്ടല്ലേ ഇത് ഇത്രയും ഡാമേജ് പറ്റിയേക്കണം. ഞാൻ എന്റെ ബൈക്ക് ഈ ഒറ്റ പോളിസിൽ ഇവന് ഓവർടേക്ക് ചെയ്ത് പോണേനില്ല. ഈ അവിടേട്ട് വന്ന് ആ ഇടിച്ച പോൾസിൽ ഇവൻ തിരിഞ്ഞ് ഈ സർക്കുലേഷനിൽ കറക്റ്റ് ഈ പൊസിഷനിൽ വന്ന് കിടന്നപ്പോഴാണ് ഞാൻ വന്നിരിക്കണം. ഇപ്പം ഞാൻ എന്തോരം ഡിസ്റ്റൻസിലായിരിക്കും അവിടെ വന്നിരിക്കണത്. ഇടിക്കെന്ന് പറഞ്ഞാൽ ഞമ്മ പ്രതീക്ഷിക്കല്ല പോണേല്ലേ. ആ ഇടിച്ച പോൾസിൽ ഞാൻ അങ്ങോട്ട് തിരിഞ്ഞ് എൻ്റെ വണ്ടിയിൽ നിന്ന് ഞാൻ അങ്ങോട്ട് അങ്ങോട്ട് വീണിട്ട് ഞാൻ പെട്ടെന്ന് ആ ഒരു ഞാൻ ഇപ്പുറത്തേക്ക് തിരിഞ്ഞു. കയറണ്ടല്ലാന്ന് പറഞ്ഞു. എന്നിട്ടൊരു ബൈക്ക് പയ്യന്റെ കാലേ കൂടി പുള്ളി ഡാമേജാണ്. അങ്ങോട്ട് അപ്പുറത്തേക്ക് എടുത്തിട്ടുണ്ട്, കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ ഇങ്ങോട്ട് തിരിഞ്ഞ് ഞാൻ നോക്കുമ്പോഴത്തേക്കും പുള്ളി വണ്ടിയിൽ ഇരിക്കണേ. എന്റെ കൈയും കാലും ഇപ്പോഴും പറക്കണേ. കാരണം ആ വീഴ്ച ഞാൻ അപ്പുറത്തേക്കാണെങ്കിൽ എനിക്ക് അവർ പറ്റിയുള്ളൂ. എന്റെ കാര്യം പോക്കാണ്. ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി തിരിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞപ്പോൾ വണ്ടിക്കാരനും അന്നേരം വന്ന ആളുകളെല്ലാം കൂടി ഒരു കണക്കിനാണ് അങ്ങനെ ഇതിന്റെ ഇടക്കൂടിയാ വലിച്ചെടുത്തത്. ഒരാളെ കണ്ടല്ലോ. കാരണം നമ്മൾ ആ ഒരു ആഘാതത്തിൽ നമ്മുടെ കൺട്രോളിങ് പോയി. നമുക്ക് അപ്പൊ അതിനിടയ്ക്ക് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഒരു ചേട്ടൻ്റെ 4 ബൈക്കിലോ അങ്ങനെ ആ റൈറ്റ് സൈഡ് മൊത്തം കയറിയാ വന്നത്. ഞാൻ വണ്ടി ചവിട്ടി നിർത്തി. എനിക്ക് ഒതുക്കാവുന്ന പരമാവധി ഒതുക്കിയാണ് അവിടെ വണ്ടി ഉണ്ടായിരുന്നു. ആ വണ്ടി കാർ ഓവർടേക്ക് ചെയ്ത് തുടങ്ങുന്നു. വലിയൊരു സ്വരം കേട്ട്. അപ്പോൾ എന്താണ് ഒരു പടക്കം പൊട്ടിയ സ്ഥലമായിട്ട്. അപ്പോൾ അതുപോലെ ഞാൻ കേട്ടപ്പോൾ ഇത് വന്ന് നോക്കിയപ്പോഴാണ് ഇത് വലിയൊരു ട്രാഫിക് ബ്ലോക്ക് ഇത്. അപ്പോൾ അവിടെ നിന്ന് ചാരിക്കേരി വന്നപ്പോൾ ഇതാണ് സംഭവം ഉണ്ടായത്. ഇല്ല, ബൈക്കുകാരന് കുഴപ്പമില്ല. ഞങ്ങളെ സഹായിക്കും, ഞങ്ങളൊക്കെ കൂടിയാണ് സഹായിച്ചത്. നേരിട്ടിരിക്കുകയെന്നോ ടിപ്പറും ഞങ്ങൾ നേരിട്ട് കണ്ടില്ല. ആ ടിപ്പറുമായിട്ട് അത്